ഈ ഫ്രിഡ്ജ് ചീത്തയാവെന്ന് വിചാരിച്ചൊന്നും മേടിച്ചു വെക്കാത്ത. ആരാ? സ്വിഗ്ഗിന്ന് വല്ല ഓർഡർ ചെയ്തായിരുന്നോ? വിശക്കെന്നുള്ള നേരം, പക്ഷെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തില്ലായിരുന്നു. സോറി, ഇവിടെ സൊമാറ്റോടെ ആയിരുന്നു. മോൻ ടൊമാറ്റോ എടുത്തു, ക്ഷമിക്കണം. ബുദ്ധി കൊടുത്തില്ല. സൊമാറ്റോ? അതെ. ഇത്ര പെട്ടെന്ന് ബുദ്ധി വന്നോ? മനസ്സിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, മനസ്സിലായില്ല. ഒരു കള്ളനാണ്. കള്ളനാ? ക്ലീശയാക്കല്ലേ, പേടിക്കണ്ട, അങ്കിള് പെട്ടെന്ന് പൊക്കോളാം. വെളുപ്പിനെ 3 മണിക്ക് കക്കാൻ വന്നിട്ട് അങ്കിൾ എന്നാ? എന്നാ മോൻ ഡാഡി മമ്മിയും വിളിച്ചോളൂ. അത് പറ്റത്തില്ല. എന്തേ? പറഞ്ഞാ ഞാനും വിടും. അത് ശരി. ഇത് കട്ടുപിടിക്കാനാ രാത്രി ഇറങ്ങിയത്. വല്ലവന്റെ വീട്ടിൽ കക്കാൻ പോകുന്നതിന് എനിക്ക് ഗതികേടെന്നെങ്കിലും പറയാം. സ്വന്തം വീട്ടിൽ നിന്ന് കട്ടുപിടിക്കുന്ന നിനക്ക് എന്തിന്റെ കേടാടാ? എന്റെ തന്തയില്ലേ? തന്തയില്ലേ? ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്ക് തന്നെ. എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ജന്മം. എടാ, ഏതേലും തന്തമാരെ ആൺമക്കളെ പുകഴ്ത്തി പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? സ്നേഹം കൊണ്ടാ? ഉണ്ട്. പറയാൻ എന്തേലും മാങ്ങാത്തൊലി നമുക്ക് വേണ്ടേ? അണ്ണ, എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങേരെ എന്നെ പിടിച്ച് എഞ്ചിനീയർ ആക്കാൻ വിട്ടു. എടാ, എന്റെ അച്ഛൻ എന്നെ പോലീസ് ആക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ കള്ളനായില്ലേ. ഇതിനാണ് വിധി എന്ന് പറയുന്നത്. ഇതിന് വിധി എന്നല്ല പറയേണ്ടത്, തെറിയാണ് പറയേണ്ടത്. അങ്ങേര് തനിക്ക് പണിയെടുത്ത് ചോദിച്ചോട്ടോ. എന്താണ് സാറിന്റെ ജോലി? ഞാൻ ഒന്നലറിയാ തനിക്കിപ്പോ ജയിലിലോട്ട് പ്രൊമോഷൻ കിട്ടും. ഒരെണ്ണം ചോദിച്ചോട്ടെ. ബാ. ഒരു ദിവസം ഞാൻ എലിവശം എടുത്ത് തിന്നാൻ പോയെണ്ണ. പിന്നെന്തേലി വേണ്ടെന്ന് പറഞ്ഞ? എന്റെ ഒരു ആഗ്രഹം പോലെ ഇവര് സാധിച്ചു തരത്തില്ല. എന്താ നിന്റെ ആഗ്രഹം? പഠിപ്പ് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റാത്തോണ്ട് എന്റെ അച്ഛൻ ചോദിച്ചു ഇനി എന്താന്ന്. നീ എന്ത് പറഞ്ഞു? കല്യാണം. നിനക്ക് ആ വിഷം എടുത്തങ്ങ് തിന്നാൻ പാടില്ലായിരുന്നോടാ? ഞാനിപ്പോ കട്ടിട്ട് പോയേനെ. പിടിച്ചു കൊടുക്കട്ടെ ഞാൻ പോലീസിന്? വേണ്ട വേണ്ട വേണ്ട. പറയ്. സ്വപ്നത്തിലാ വെയ്. തനിക്ക് കാമുകി ഉണ്ടല്ലേ? ഇൻസ്റ്റന്ന് കിട്ടിയതാ, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതങ്ങനെ വരൂ. നല്ല പയ്യന്മാരെ ഒന്നും ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വേണ്ട. കണ്ട ഫ്രോഡുകളെ തൊട്ടികളെയൊക്കെ മതി പെമ്പിള്ളേർക്ക്. പ്രൗഡ്. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഒരു വിലയില്ല അണ്ണ. എടാ, വീട്ടിലേക്ക് വില വരുന്ന എന്തേലും സാധനം ചെയ്ത് കാണിച്ചു വിടറാ. ഇരുന്ന് മോങ്ങിയവൻ. താൻ കള്ളനല്ലേ? ഭരത് ചന്ദ്രൻ IPS. ഷിറ്റ്. തന്നെ പിടിച്ചു കൊടുത്താ എനിക്ക് വില കിട്ടൂലേ? നിനക്ക് വിലയും കിട്ടും, എനിക്ക് വിലങ്ങും കിട്ടും. അപ്പൊ എന്റെ തന്തയ്ക്ക് അഭിമാനം, എന്റെ തന്തയ്ക്ക് അപമാനം. ഇപ്പൊ കാണിച്ചു തരാട്ടാ. നീ ഒന്നും പണ്ണണ്ട, ഞാൻ പണിക്കോളാം. ഇനി മേലെ അവളുടെ ഫോണിൽ നിന്റെ നമ്പർ കണ്ടുപോരുത്. யாருங்க போன்ல? നിന്റെ അപ്പാവുടെ കമ്പനിയിലെ സ്റ്റാഫ് നെൽസൺ. அவர் நேத்து நைட் என்ன கால் பண்ண, உங்களை கிடைக்கலன்னு சொல்லி. അവന് കിടക്കപ്പുറതി ഇല്ല. അവനങ്ങ് ഞാൻ കിടക്കുന്നേ നോക്കി ഇരിക്കുക നിന്നെ കോൾ പണ്ണാൻ. உங்களுக்கு என்ன சந்தேகமா? അദ്ദേഹം ആണേലും അദ്ദേഹത്തിനെ ഞാൻ തൂക്കുന്നുണ്ട്. உங்களெல்லாம் திருத்த முடியாது. ഡീ, ആ ചായ കൊടുത്തിട്ട് പൊടി. പോയാ. കേരളത്തിൽ നിന്ന് പെണ്ണ് തെറ്റാവാത്തോണ്ടാ തമിഴ്നാട് പോയി കിട്ടിയത്. പെണ്ണുങ്ക പൊണ്ണുങ്ക അല്ലാതെ മുണുങ്ങാന്നും കിട്ടുന്നില്ലല്ലോ. അക്ക എന്തേ? അക്ക ഇല്ല അണ്ണ? അക്കച്ചിയെ കാണാൻ വന്നേണ ഇക്കച്ചി. കാര്യം എന്ത്? ഉമ്മ പറഞ്ഞു ഗ്യാസ് കുറ്റി എടുത്തോണ്ട് ചെല്ലേ. ഈ പരിസരത്ത് ഈ വീട്ടിൽ മാത്രമേ ഉള്ളോടാ ഗ്യാസ് കുറ്റി? അല്ല, കാലിക്കുറ്റി. കരണക്കുറ്റി ഒക്കെ അടിക്കും ഞാൻ കിടന്ന് ഉരുളുന്നു. ஜிமலு. അക്ക കാക്ക മോടാ. எந்த காக்கா? അണ്ടൻ കാക്ക. കൊള്ളണ്ടെങ്കിൽ പോയി കൂട്ടിക്കറി. உனக்கு என்ன വീണ്ടും സന്ദേഹമാ? എനിക്ക് അദ്ദേഹമാണേലും സദ്ദേഹമാണ്. ഷോ, അവ സിന്ന പയ്യയാ. സിന്നതിനൊക്കെയാണ് ഇപ്പൊ മൂപ്പ് കൂടുതല്. എനിക്ക് അവൻ തമ്മി മാതിരി. എനിക്കെന്തോ ഒരു മാതിരി ഉള്ളേ പൊടി. இந்த ആൾക്ക് ബുദ്ധി ശരിയില്ല. ആ അക്ക പോയി, കാക്ക പോയാട്ടെ. അല്ല, ഗ്യാസ് തീർന്നു. എന്റെ ഗ്യാസ് തീരുന്നതിന് മുമ്പേ വീട്ടിൽ പോടാ. യാരുടെ ഷർട്ട് ഇത്? ഉങ്ങൾ അപ്പാടത്. അപ്പാവുടതാ? ഇത്ര നല്ല ഷർട്ട്. ஐயோ, உங்க ஷர்ட்டியா? നരിച്ചു പോയിട്ടേ. நான் உங்ககிட்ட பேச மாட்டேன். ഡേ പൂങ്കടി, எதை பண்ணாலும் உங்களுக்கு சந்தேகம் தான். എനിക്ക് സംശയമൊന്നുമില്ലടി. ആണാ വേറെ ആരും നിന്നോട് പേസണത് എനിക്ക് പിടിക്കല്ലേ. ஏன்? ഞാൻ മട്ടും പേസണം. பிடிச்சிருச்சு என்ன உங்களோட போக்கித்தரம். പൂങ്കോടിയേ. നമസ്കാരം. ആ കണ്ണണ്ണ. മണ്ണെണ്ണേ? കണ്ണണ്ണൻ. വീട്ടിലെ പട്ടി പ്രസവിച്ചേ 4 കുട്ടികൾ. അപ്പടിയാ? നീയാണോടാ കാരണം? പോണ അവിടുന്ന്. നീ ഇന്നലെ ഒരു കാരണമായിട്ട് വന്നില്ലടാ. അത് കൊച്ചച്ഛൻ കാരണം. കുഞ്ഞമ്മ പ്രസവിച്ചു. ഇവനെ പെറ്റിട്ട സമയത്ത് ഇവന്റെ തന്ത എനിക്കൊരു ലഡ്ഡു പോലും തന്നിട്ടില്ല. ഇപ്പൊ പട്ടി പെറ്റപ്പരത്തേക്ക് അവൻ മുട്ടായും തൂക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു. അല്ല, സന്തോഷം വരുമ്പോ മധുരം പങ്കിടണമെന്നാണല്ലോ. ആണോ, ഓണം വരുവാണേ കാണാൻ വെക്കണോ ഞാൻ?